മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം ന്യൂ ഏജ് കമ്പനികളിൽ 30% വളർച്ച പ്രതീക്ഷിക്കാവുന്നതും അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ലഭിക്കുന്നതുമായ ഒരു സ്റ്റോക്കാണ് സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽ. മോർഗൻ സ്റ്റാൻലി സ്റ്റോക്കിന് 33% അപ്സൈഡിൽ 320 രൂപയുടെ ടാർഗറ്റ് നൽകിയതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻട്രാഡേയിൽ സ്റ്റോക്ക് 2% ഉയർന്ന് 246 രൂപയ്ക്ക് അടുത്തെത്തുകയും ചെയ്തു. 200 മുതൽ 220 വരെയുള്ള റേഞ്ച് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് സോണാണ്. ഇവിടെ അക്കുമുലേറ്റ് ചെയ്യാനാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ എറ്റേണൽ എന്ന സ്റ്റോക്ക് ലഭ്യവുമാണ്. ഇനി മോർഗൻ സ്റ്റാൻലി നൽകിയ ടാർഗറ്റിനേക്കാൾ ഉപരി മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൻ്റെ റാഷണൽസിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് മോർഗൻ സ്റ്റാൻലി സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽ എന്ന സ്റ്റോക്ക് ബൈ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ള ഫാക്റ്റ് പരിശോധിക്കാം. സൊമാറ്റോയ്ക്ക് ഇന്ത്യൻ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ്. 2030 ഇന്ത്യൻ ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് $57 ബില്യൺ സൈസുള്ള ഒരു മാർക്കറ്റായി മാറിക്കഴിയും. അവിടെ സിഗ്നിഫിക്കൻ്റ് പ്രസൻസ് ഉള്ളതുകൊണ്ട് വരും സമയങ്ങളിൽ സൊമാറ്റോ എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും. മുമ്പുള്ള മോർഗൻ സ്റ്റാൻലിയുടെ എസ്റ്റിമേഷനായ $42 ബില്യൺ സൈസിനേക്കാളും $57 ബില്യൺ സൈസുള്ള മാർക്കറ്റായിരിക്കും ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന വളർച്ച. ഇവിടെ 2026-28 ഫിനാൻഷ്യൽ ഇയറിൽ സൊമാറ്റോ എന്ന കമ്പനിയുടെ അല്ലെങ്കിൽ എറ്റേണൽ എന്ന കമ്പനിയുടെ GOV അതായത് ക്വിക്ക് കൊമേഴ്സ് ഗ്രോസ് ഓർഡർ വാല്യൂവിൽ 9 മുതൽ 11% വളർച്ചയും പ്രതീക്ഷിക്കാം. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി ബൈ എന്ന റേറ്റിംഗും 33% അപ്സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ നഷ്ടം ഏറെക്കുറെ ഈ ക്വാർട്ടറോടുകൂടി അവസാനിക്കുമെന്നും അതിനുശേഷം ഫിക്സഡ് കോസ്റ്റ് അബ്സോർപ്ഷൻ്റെ പശ്ചാത്തലത്തിലും ഡെലിവറി മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലും വരും സമയങ്ങളിൽ കമ്പനി പ്രോഫിറ്റബിൾ ആകുമെന്നും 2028 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കോൺട്രിബ്യൂഷൻ മാർജിൻ 4.8% നിന്നും 6% ഉയരുമെന്നും മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ കമ്പനിയുടെ EBITDA 2028 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ 1079 കോടിയിൽ നിന്നും 6548 കോടിയിലേക്കും കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 5089 കോടിയിലേക്കും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്ന ഉയർന്ന വോളിയം, കമ്പനിയുടെ മികച്ച ഫുഡ് ഡെലിവറി മാർജിൻ, കൂടാതെ സ്റ്റേബിൾ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ലോങ് ടൈം വാല്യൂ ക്രിയേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ മോർഗൻ സ്റ്റാൻലി സൊമാറ്റോ അല്ലെങ്കിൽ എറ്റേണൽ എന്ന സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ആഴ്ചയെ സ്റ്റോക്കിന് 225 സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. 220 മുതൽ 225 വരെയുള്ള റേഞ്ച് സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള മികച്ച റേഞ്ചാണ്. അതേസമയം ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ 225 രൂപയ്ക്ക് താഴെ അതായത് 223 ഒരു സ്റ്റോപ്പ് ലോസും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിന്നും 250 എന്ന ലെവൽ മറികടന്നാൽ 275, 300 തുടങ്ങിയ ലെവലുകളിലേക്ക് വീക്ക്ലി ബേസിസിൽ അല്ലെങ്കിൽ മീഡിയം ടൈം ബേസിസിൽ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. മോർഗൻ സ്റ്റാൻലിയും സ്റ്റോക്കിന് 300 മുകളിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. രണ്ടാമത്തേത് ന്യൂ ഏജ് കമ്പനികളിലെ ഒരു പ്രമുഖ കമ്പനിയായ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെയും അക്കുമുലേറ്റ് ചെയ്യാൻ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 333 രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ഇന്ന് ക്ലോസിംഗ് നൽകിയത്. IPO പ്രൈസിനേക്കാളും താഴ്ന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. സ്വിഗ്ഗിക്ക് മോർഗൻ സ്റ്റാൻലി 22% അപ്സൈഡിൽ 405 രൂപയുടെ ടാർഗറ്റും ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റിലെ ടോട്ടൽ അഡ്രസ്സിബിൾ മാർക്കറ്റ് സൈസ് ഉയരുന്നതിൻ്റെ ബെനിഫിറ്റ് സ്വിഗ്ഗി എന്ന കമ്പനിക്കും ലഭിച്ചേക്കും. കൂടാതെ ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിൽ സ്വിഗ്ഗിയും സൊമാറ്റോയും ഡുയോപ്പൊളിയായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റിലുണ്ടാകുന്ന വളർച്ചയുടെ ബെനിഫിറ്റും സ്വിഗ്ഗി എന്ന കമ്പനിക്ക് ലഭിച്ചേക്കും. ഇതുമൂലമാണ് മോർഗൻ സ്റ്റാൻലി സ്വിഗ്ഗി എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 400 രൂപയ്ക്ക് മുകളിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. 2028 ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ കമ്പനിയുടെ എബിറ്റയിൽ മികച്ച വളർച്ച വരാൻ സാധ്യതയുണ്ട്. ക്വിക്ക് കൊമേഴ്സ് സെഗ്മെൻറ്റ് വഴിയുള്ള എബിറ്റയിൽ ഏകദേശം 27% വളർച്ച സ്റ്റോക്കിന് ലഭിച്ചേക്കാം. അതേസമയം എറ്റേണൽ അല്ലെങ്കിൽ സൊമാറ്റോയുടെ വാല്യൂഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 25% ഡിസ്കൗണ്ടിലാണ് സ്വിഗ്ഗിയുടെ ക്വിക്ക് കൊമേഴ്സ് ആപ്പായ ഇൻസ്റ്റാമാർട്ട് ഉള്ളത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ സൊമാറ്റോയേക്കാളും അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ്. 21 അനലിസ്റ്റുകളിൽ 15 അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 3 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും 1 അനലിസ്റ്റ് സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. 300 രൂപയുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. IPOയേക്കാളും താഴ്ന്ന പ്രൈസിലാണ് സ്റ്റോക്ക് ലഭിക്കുന്നത്. 350 രൂപ ഒരു പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമെന്നുള്ള സൂചനയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. വരും ദിവസങ്ങളിൽ 350 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 400, 450 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള സാധ്യതയുമുണ്ട്.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്